മംഗള മണ്ഡലത്തിൽ പാർട്ടി ആദ്യം പുറത്തുവിട്ട പേര് എന്റെ പേരാണ്. അപ്പൊ നിങ്ങൾക്കുള്ള പരാതി എന്താണെന്ന് വെച്ചാൽ ഞാൻ 4 ദിവസം ഒരാഴ്ചയായിട്ട് നിങ്ങളെ കണ്ടില്ല എന്നുള്ളതാണ്. അപ്പോ പിന്നെ ഇന്നലെ മിഞ്ഞാന്നും ഇന്ന് രാവിലെയും നിങ്ങളൊക്കെ വന്നിട്ട് പിന്നെ ചോദിച്ചിട്ടുള്ള ചോദ്യത്തിലുള്ള മറുപടിയാണ് ഇവിടെ ഇപ്പോഴും ആവർത്തിക്കാനുള്ളത്. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 3ാം ടേമും അധികാരത്തിൽ വരും. ആ കാര്യത്തിൽ തർക്കമില്ല. ആ കൂട്ടത്തിൽ ഭരണകക്ഷിക്ക് ഒരു MLA മംഗളം നിയോജക മണ്ഡലത്തിൽ ഉണ്ടാവും. അതാണ് ഞങ്ങളുടെ പാർട്ടി നേരത്തെ തീരുമാനിച്ചതും അതിപ്പോ ഉറപ്പിച്ചും ചെയ്തു. സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിലേക്ക് ഈ സമയം മുതൽ എന്ന് പറഞ്ഞാൽ സദാവ് വിജയരാഘവന്റെ പത്രസമ്മേളനം കഴിഞ്ഞത് മുതൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ശക്തനായ സാരഥിയായിട്ട് കുന്നത്ത് മുഹമ്മദ് മണ്ഡലത്തിൽ ഇന്ന് അങ്ങോട്ട് നാളേക്ക് വെക്കണില്ല, നാളെ റോഡ് ഷോ എന്നുള്ളൂ. ഇന്ന് മുതൽ എല്ലാ മേഖലക്കകത്തും ഒറ്റക്കെട്ടായിട്ട് പാർട്ടി അദ്ദേഹത്തെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒപ്പുണ്ടാവും. വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ ഇടതുപക്ഷ മുന്നണി ഒറ്റക്കെട്ടായിട്ട് വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് സംശയം ഉണ്ടോ എനിക്കറിയാം. ഏതായാലും ഞങ്ങൾക്ക് സംശയമില്ല. ഒരു MLA കൂടി ഭരണകക്ഷിയിലേക്ക് ഉണ്ടാവും എന്നുള്ളതിനാണ് പറയാം. ഇല്ല, ഞാൻ നോമിനേഷൻ കൊടുക്കാൻ പ്രഖ്യാപിച്ചത് തന്നെ ഞങ്ങൾ കമ്മിറ്റി ചെല്ലുമ്പോൾ പറയുന്നത്. അതാണ് നിങ്ങൾക്ക് ബോധ്യപ്പെടാത്തൊരു കാര്യം. ലീഗും കോൺഗ്രസും അല്ലാത്തതുകൊണ്ട് പിന്നെ പാർട്ടി തീരുമാനിക്കുമ്പോൾ ഞങ്ങൾ കമ്മിറ്റി ചെല്ലുമ്പോഴാണ് ഇതൊക്കെയാണ് മലപ്പുറം ജില്ലയിലെ സ്ഥാനാർത്ഥികൾ എന്നുള്ള രീതിയിലേക്ക് ഞങ്ങളിത് പറയുമ്പോഴാണ് അറിയുന്നത്. പിന്നെ രണ്ടാമത് അവിടെ ഒരു ചർച്ചന്റെ ആവശ്യമില്ല, അതിനെ എതിർപ്പും ബാക്കിയുള്ള രീതിയിലേക്കൊന്നും ഉണ്ടായിരുന്നില്ല. ജനാധിപത്യ മുന്നണി പിന്തുണയ്ക്കുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് ശ്രീ കുന്നത്ത് മുഹമ്മദിനെ നമ്മുടെ പോളിറ്റ് മെമ്പർ വിജയരാഘവൻ സഖാവ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതിനെ തുടർന്ന് ഇടതുപക്ഷ മുന്നണിയുടെ മണ്ഡലം ഭാരവാഹികളാണ് ഇവിടെ വന്ന് ശ്രീ മുഹമ്മദിനെ നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത്. ഇന്ന് വൈകുന്നേരം CPIMന്റെ മങ്കട ഏരിയയിലെ പ്രധാന പ്രവർത്തകരുടെ കൺവെൻഷൻ അങ്ങാടിപ്പുറം കല്യാണമണ്ഡലത്തിലുണ്ട്. അതിൽ പാർട്ടി പോളിറ്റ് ബ്യൂറോ മെമ്പർ സഖാവ് വിജയരാഘവൻ പങ്കെടുക്കും. അതിനുശേഷം മുഹമ്മദും നമ്മുടെ പ്രവർത്തകരെ അഭിവാദ്യം ചെയ്യും. അപ്പോൾ മുഹമ്മദിനെയും ആനയിച്ചുകൊണ്ട് ഞങ്ങളിന്ന് അങ്ങാടിപ്പുറം ടൗണിൽ രാത്രി ഒരു പ്രകടനമുണ്ട്. നാളെ 4 മണി മുതൽ ഒരു ഏകദേശം 5-6 മണി വരെ അങ്ങാടിപ്പുറം മുതൽ കൂട്ടിലങ്ങാടി വരെ ഗംഭീരമായ ഒരു റോഡ് ഷോയോട് കൂടി നമ്മൾ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ആരംഭിക്കുകയാണ്. നമ്മള് കേട്ടുകൊണ്ടിരുന്ന വാർത്ത സ്ഥിരീകരിക്കുകയാണ്. അതോടൊപ്പം നമ്മുടെ പാർട്ടിയുടെ PB അംഗം വിജയരാഘവൻ ഏതാനും മിനിറ്റുകൾ മുമ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. സ്വാഭാവികമായിട്ടും അതുമുതൽ മംഗള മണ്ഡലത്തിലെ ഇടതുപക്ഷത്തിന്റെ ഇടതുപക്ഷം പിന്തുണയ്ക്കുന്ന സ്ഥാനാർത്ഥിയായിട്ട് മുഹമ്മദ് മാറുകയാണ്. ഇടതുപക്ഷത്തിന്റെ സർവ്വശക്തിയും ഉപയോഗിച്ചുകൊണ്ട് ഈ മണ്ഡലം തിരിച്ചുപിടിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങളിൽ മുഹമ്മദിന്റെ കൂടെ ഈ മണ്ഡലത്തിലെ ഓരോ ഇടതുപക്ഷ പ്രവർത്തകരും ഇടതുപക്ഷം ഈ കേരളത്തിൽ വിജയിച്ചു കാണാൻ ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകളുടെയും പൂർണ്ണ പിന്തുണയും സഹായവും സഹകരണവും ഈ സന്ദർഭത്തിൽ അത് ഉറപ്പു നൽകുകയാണ്. എന്റെ ഈ പോരാട്ടത്തിന് LDF പിന്തുണ വന്നതോടുകൂടി അതിന്റെ വീര്യം വർദ്ധിച്ചു എന്നതാണ്. ഇനി ആ പോരാട്ടത്തില് നമുക്ക് വിജയം വരെ എത്തിപ്പിടിക്കാൻ സാധിക്കുമെന്നുള്ള ആത്മവിശ്വാസമാണ് എന്നിലുള്ളത്. അതുകൊണ്ട് തീർച്ചയായും ആ വിജയത്തിലേക്ക് എത്തിച്ചേരും എന്നുള്ളതാണ്. നിങ്ങൾ പ്രവർത്തിച്ച പാർട്ടിയിലുള്ള ആളുകളുടെ പിന്തുണ കൂടി അത് പരസ്യങ്ങളിൽ രഹസ്യമായിട്ട് കിട്ടുമെന്ന് താങ്കൾ പ്രതീക്ഷിക്കും? ആ പ്രതീക്ഷയോട് കൂടിയാണ് നമ്മൾ ഇതിലേക്ക് മുന്നിട്ടിറങ്ങി. അപ്പൊ അതെല്ലാവരും കൂടി ഒരുമിച്ച് പിന്തുണച്ചാൽ ഇവിടെ മംഗലം മണ്ഡലം ഇത്തവണ ചരിത്രം കുറിക്കുന്ന സംഭവമായിട്ട് മാറും എന്നുള്ളതാണ്. ഏതൊക്കെ ഘടകങ്ങളാണ് അങ്ങനെ? അത് രാഷ്ട്രീയല്ലേ, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടേ പറയാൻ പറ്റൂ. ഇന്ന് നമ്മളെ കണ്ടപുരം AP ഉസ്താദിനെ സന്ദർശിച്ചു. അതുപോലെ തന്നെ നമ്മുടെ തിരുവമ്പാടി ഫാദറിനെ സന്ദർശിച്ചു. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. Jam June Hypermarket, exceeding expectations. നന്ദിയുണ്ട് ഇന്നോളം എത്തിയ ഞങ്ങളുടെ ഈ സുവർണ യാത്രയിൽ നിങ്ങളുടെ ഓരോ ആഘോഷങ്ങൾക്കുമൊപ്പം ഞങ്ങളെയും ചേർത്ത് നിർത്തിയതിന്. ബ്യൂട്ടി മാർക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സ്പെഷ്യലി ഫോർ യു.